നമസ്കാരം. ഒരിക്കൽ തകർന്നുപോയ ഒരു ബന്ധം വീണ്ടെടുക്കാൻ കഴിയുമോ? ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷേ ലളിതവും എന്നാൽ വളരെ ശക്തമായ ഒരു രീതി ഉപയോഗിച്ച് അത് സാധ്യമാക്കാമെങ്കിലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന 369 മാനിഫെസ്റ്റേഷൻ രീതിയെക്കുറിച്ചാണ്. നിങ്ങളുടെ പ്രണയജീവിതം മാറ്റാൻ വെറും 3 അക്കങ്ങൾക്ക് കഴിയുമോ? കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ 3, 6, 9 എന്നീ സംഖ്യകൾക്ക് പിന്നിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു തത്വമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു അടിസ്ഥാന ആശയം വളരെ സിമ്പിളാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെ ഒന്നുകൂടി പ്രോഗ്രാം ചെയ്യുക. അതായത് ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പതിയെ അതിനെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ തുടങ്ങും. ഈയൊരു സൈക്കോളജിക്കൽ ഐഡിയയാണ് 369 രീതിയുടെ കാതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ് നിങ്ങൾക്കായി ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥിരീകരണ വാചകം, അതായത് ഒരു അഫർമേഷൻ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇതാണ് ഈ മുഴുവൻ പ്രോസസ്സിന്റെയും അടിത്തറ. ശരിയായ ഒരു അഫർമേഷൻ കണ്ടെത്തുകയാണ് ആദ്യത്തെ പടി. അതിന് പ്രധാനമായും 3 നിയമങ്ങളുണ്ട്. ഒന്നാമത്തേത്, അത് ഇപ്പോഴേ സംഭവിച്ചു കഴിയുന്നൊരു കാര്യത്തെപ്പോലെ പ്രസന്റ് ടെൻസിലായിരിക്കണം. രണ്ടാമത്തേത്, അതിൽ നിങ്ങളുടെ സന്തോഷം, സ്നേഹം പോലുള്ള വികാരങ്ങൾ നിറഞ്ഞിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരൊറ്റ ആഗ്രഹത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പല കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ഇതൊരു നല്ല ഉദാഹരണമാണ്. ശ്രദ്ധിച്ചോ, സംസാരിക്കും എന്നല്ല സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അതിപ്പോൾ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് ഫീൽ കിട്ടുന്നു. സന്തോഷത്തോടെ, ആഴത്തിൽ എന്നൊക്കെയുള്ള വാക്കുകൾ അതിന് വൈകാരികമായ ഒരു ശക്തിയും കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരെണ്ണം നോക്കൂ. ഇവിടെ സ്വാഭാവികമായി എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലൊരു നിർബന്ധമോ ബലപ്രയോഗമോ ഇല്ല. എല്ലാം വളരെ എളുപ്പത്തിൽ തനിയെ സംഭവിക്കുന്നു എന്ന പോസിറ്റീവായൊരു ഫീലാണിത് തരുന്നത്. ഇനിയാണ് നമ്മുടെ 3, 6, 9 എന്ന മാജിക് നമ്പറുകൾ വരുന്നത്. രാവിലെ ഉണർന്നുടനെ 3 തവണ, ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും 6 തവണ, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപ് 9 തവണ. പക്ഷേ ഇത് വെറുതെ എഴുതിവിടാനുള്ളതല്ല. ഓരോ തവണ എഴുതുമ്പോഴും ആ വാചകം സത്യമായതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കണം. ആ സന്തോഷം, ആ ഒരു സമാധാനം, അത് ശരിക്കും ഫീൽ ചെയ്യണം. എഴുതുന്നത് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഇനി നമ്മൾ ഈ പ്രാക്ടീസിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. രാത്രിയിലെ എഴുത്തിനൊപ്പം ശക്തമായ വിഷ്വലൈസേഷൻ കൂടി ചേരുമ്പോൾ ഇതിന്റെ ഫലം ഇരട്ടിയാവും. രാത്രി 9 തവണ എഴുതിക്കഴിഞ്ഞ ഉടനെ കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രംഗം മനസ്സിൽ കാണുക. ഒരു പക്ഷേ അതാ വ്യക്തി നിങ്ങളെ വിളിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നതോ ആകാം. ഇതൊരു സിനിമയിലെ സീൻ പോലെ അതിഭാവുകത്വം വേണ്ട, വളരെ റിയലായിരിക്കണം. ആ നിമിഷം അനുഭവിക്കേണ്ടത് വെപ്രാളമോ നിരാശയോ അല്ല, മറിച്ചെല്ലാം സംഭവിച്ചു കഴിഞ്ഞുവെന്ന ശാന്തമായൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പം നമ്മൾ എഴുതുന്നതിനെക്കുറിച്ചും സങ്കല്പിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം പറഞ്ഞു. പക്ഷേ ഇവയെല്ലാം ശരിയായി വർക്കാകണമെങ്കിൽ ഒരു നിർണായക ഘടകം കൂടിയുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കാം ഈ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ രഹസ്യം ഇതാണ്: ഡിറ്റാച്ച്മെന്റ്. അതായത് കിട്ടുന്ന ഫലത്തിനോടുള്ള നമ്മുടെ അമിതമായൊരു അറ്റാച്ച്മെന്റ് ഉപേക്ഷിക്കുക. ഇതാണ് മാനിഫെസ്റ്റേഷൻ വേഗത്തിലാക്കുന്ന യഥാർത്ഥ മാസ്റ്റർ കീ. എന്താണ് ഈ ഡിറ്റാച്ച്മെന്റ്? സിമ്പിളാണ്. നമ്മൾ ഈ പ്രാക്ടീസൊക്കെ ചെയ്ത ശേഷം പിന്നെ അതിനെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. ഒരു വിത്ത് നട്ടതിന് ശേഷം അത് മുളച്ചോ എന്ന് ദിവസവും കുഴിച്ചു നോക്കിയാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അതുപോലെ എപ്പോൾ സംഭവിക്കുമെന്ന് ചിന്തിച്ച് ഫോണിൽ നോക്കിയിരിക്കാതെ നിങ്ങളുടെ ആഗ്രഹം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഈ പ്രോസസ്സിൽ എത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കുന്നുവോ, ഫലത്തെക്കുറിച്ച് എത്രത്തോളം കൂളായിട്ടിരിക്കുന്നുവോ, അത്രയും വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാറ്റം യാഥാർത്ഥ്യമാകും. വിശ്വാസമാണ് ശരിക്കും ഇവിടത്തെ ഇന്ധനം. ശരി, അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു കംപ്ലീറ്റ് ഡെയിലി റൊട്ടീൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കിയാലോ? അപ്പോ നമ്മുടെ സമ്പൂർണ്ണ ദിനചര്യ ഇങ്ങനെയാണ്: രാവിലെ 3 തവണ എഴുതുക, ഉച്ചയ്ക്ക് 6 തവണ, രാത്രി 9 തവണ എഴുതിയ ശേഷം ആഴത്തിൽ വിഷ്വലൈസ് ചെയ്യുക. എന്നാൽ ഈ പ്രക്രിയ പൂർത്തിയാകുന്നത് 4ാമത്തെ സ്റ്റെപ്പിലാണ്: വിട്ടുകളയുക. നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ടെൻഷൻ അടിക്കാതിരുന്ന് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക. ഇനി ഈ പരിശീലനം കുറച്ചുകൂടി പവർഫുൾ ആക്കണം എന്നുള്ളവർക്ക് വേണ്ടി ഒരു ബോണസ് ടെക്നിക് കൂടിയുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഫലം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ ഇത് സഹായിച്ചേക്കാം. ഇതിനെ വിസ്പർ ടെക്നിക് എന്ന് പറയുന്നു. ശാന്തമായ ഒരിടത്തിരുന്ന് ആ വ്യക്തിയുടെ രൂപം മനസ്സിൽ കാണുക. എന്നിട്ട് നിങ്ങൾ അവരോട് നേരിട്ട് മന്ത്രിക്കുന്നതുപോലെ ഭാവനയിൽ പറയുക: എന്റെ അടുത്തേക്ക് വരൂ, അല്ലെങ്കിൽ നിനക്കെന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഊർജ്ജം അവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ടെക്നിക്കുകളും നിയമങ്ങളുമെല്ലാം ഒരു ഭാഗത്ത് നിൽക്കട്ടെ.
പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങളുടെ അടിസ്ഥാനപരമായ മാനസികാവസ്ഥയാണ് ഏറ്റവും പ്രധാനം. അതാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ അടിത്തറ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന എനർജിയാണ് ഏറ്റവും വലിയ ആകർഷണശക്തി. അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന നിരാശയുടെയും യാചനയുടെയും ഊർജ്ജം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്, പക്ഷേ അവരുടെ സാന്നിധ്യം എൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കും എന്ന സമാധാനപരമായ ചിന്ത ശരിയായ ഫലത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ഇത് ഭിക്ഷാടനമല്ല, മറിച്ച് ക്ഷണിക്കലാണ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. യഥാർത്ഥ ശക്തി ഈ 3, 6, 9 എന്ന അനുഷ്ഠാനത്തിലാണോ, അതോ ഫലത്തിലുള്ള നമ്മുടെ പിടിവാശി ഉപേക്ഷിച്ച് പ്രപഞ്ചത്തെ വിശ്വസിച്ച് വിട്ടുകളയാൻ പഠിക്കുന്ന ആ ഒരു വലിയ പാഠത്തിലാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.